KCN News brought to you by City Gold and Diamonds, Kerala, Karnataka. The glow of purity, now 20 years. നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൽ മനാഫാണ് ബംഗളൂരുവിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോട്ടുണ്ടായത് ശക്തമായ ഇടിമിന്നൽ, 2 വീടുകളിൽ വൻ നാശനഷ്ടം. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷനും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ജനാധിപത്യവും ധനാധിപത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ പ്രഭാഷകൻ പ്രൊഫസർ MN കാരശ്ശേരി സംസാരിച്ചു. മഹിളാ അസോസിയേഷൻ ചീമേനി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന സ്ത്രീ ശബ്ദം വായനക്കൂട്ടം ശ്രദ്ധേയമാകുന്നു. വായനയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പരിപാടി. സുബയകട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നടക്കാവ് കാപ്പുകുളത്തിന്റെ പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൽ മനാഫാണ് ബംഗളൂരുവിൽ നിന്നും പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ബംഗളൂരുവിൽ നിന്നും പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത്. യുവതിയുടെ പരാതിയെ തുടർന്ന് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി പ്രതി ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ചന്ദേര ഇൻസ്പെക്ടർ പ്രശാന്ത് Mന്റെ നേതൃത്വത്തിൽ SIമാരായ ജിയോ സദാനന്ദൻ, രഘുനാഥൻ, SCPOമാരായ ഷൈജു വെള്ളൂർ, രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർഗോട്ട് 2 വീടുകളിൽ വൻ നാശനഷ്ടം. കൂഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലും ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലുമാണ് ഇടിമിന്നലിനെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായത്. ശക്തമായ ഇടിമിന്നലാണ് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്. ഇടിമിന്നലിനെ തുടർന്ന് 2 വീടുകളിൽ വൻ നാശനഷ്ടവും ഉണ്ടായി. കാസർഗോഡ് ഉള്ളിയത്തടുക്ക ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലും കൂഡ്ലു ശിവനഗർ റോഡിലെ വീട്ടിലുമാണ് ഇടിമിന്നൽ വലിയ രീതിയിൽ നാശം വിതച്ചത്. ഭഗവതി നഗറിലെ ഭഗവതി കൃപ വീട്ടിൽ മാധവന്റെ വീടിന് രാത്രി 8 മണിയോടുകൂടിയാണ് ഇടിമിന്നലേറ്റത്. സംഭവ സമയം വയോധികരായ മാതാപിതാക്കൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇടിമിന്നലിൽ ഇലക്ട്രിക് സാമഗ്രികൾ പൂർണ്ണമായും നശിച്ചു. TV, ഫ്രിഡ്ജ്, AC, ഇൻവേർട്ടർ, മോട്ടോർ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. വീടിന്റെ കോൺക്രീറ്റിന് വിള്ളലുണ്ടായിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഞാനും ഭാര്യയും മാത്രം വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പെട്ടെന്ന് സംഭവമൊക്കെ പറയാൻ ഇത് ചെയ്യാനായിട്ട് എനിക്ക് ആയില്ല. എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം കത്തി നശിച്ചിട്ടുള്ളത്? കത്തി കുറേ സാധനം പോയിട്ടുണ്ട്. TV ഇതെല്ലാം. ഇന്നലെ ഒരു 8 മണിക്ക് ശേഷമാണ് സംഭവം. 8 മണിയോടുകൂടി അത് കുറേ സമയം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡോർ അടക്കാനോ അല്ലെങ്കിൽ ജനലടക്കാനോ അതിനൊന്നും ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കാരണം പെട്ടെന്ന് വന്നതുകൊണ്ട് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലാണോ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനോ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല, എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് വീട്ടിലാകെ കത്തുന്നത് പോലെ തോന്നിയത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ തുറന്നിട്ട ജനലിൽ കൂടി പിറകിൽ നിന്നാണ് കത്തുന്ന പോലെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ വസ്തുത അറിയുന്നത്. എൻ്റെ വീട്ടിൻ്റെ പിറകിലത്തെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന്.
അതുപോലെ തന്നെ ആ സംഭവം നടന്ന് ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വയറിങ് കംപ്ലീറ്റ് കത്തി നശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ സ്ലാബ്, വീടിൻ്റെ പാരപ്പറ്റ്, അതുപോലെ വീടിൻ്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ രാവിലെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഒരു 6 ലക്ഷം റുപ്യയുടെ അതിൽ കൂടുതലല്ലാതെ കുറയില്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ വീട്ടിൻ്റെ പുറകെയുള്ള മാധവേട്ടൻ്റെ വീട്ടിലാണ് സംഭവം നടന്നത്. മാധവേട്ടനോട് അന്വേഷിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ തന്നെ ആ ഒരു വിറയലും ആ ഷോക്കടിക്കലും അതുപോലെ എന്തെല്ലോ കത്തി നശിക്കുന്നതായിട്ട് തോന്നലും പിന്നെ വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. കൂഡ്ലു ശിവനഗർ റോഡിലെ കണ്ണിഗുഡ്ഡെ വിഷ്ണു നിലയത്തിലെ ശിവരാമയുടെ വീടിന് രാത്രി 9 മണിയോടെയാണ് ഇടിമിന്നലേറ്റത്. ഇവിടെയും ഇലക്ട്രിക്കൽ സാമഗ്രികൾ നശിച്ചു. മോട്ടോർ, ഫാൻ, TV തുടങ്ങിയവയാണ് കത്തി നശിച്ചത്. ഭിത്തിയിൽ വലിയ വിള്ളലുമുണ്ടായി. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ശിവനഗർ റോഡ് പരിസരത്ത് മറ്റു ചില വീടുകളിലും ഇടിമിന്നലിനെ തുടർന്ന് നഷ്ടങ്ങളുണ്ടായി. പ്രദേശത്തെ ഗണേശന്റെ വീട്ടിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഇലക്ട്രിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 70,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ഗണേശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷനും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മൊയ്തീൻ ചാപ്പാടി പ്രസിഡന്റും AK ഫൈസൽ സെക്രട്ടറിയും MT നാസർ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. വിദ്യാനഗർ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ സ്പോൺസർഷിപ്പിൽ ആരംഭിച്ച കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷനും വിദ്യാനഗർ റോയൽ കൺവെൻഷൻ സെന്ററിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മൊയ്തീൻ ചാപ്പാടി പ്രസിഡന്റും AK ഫൈസൽ സെക്രട്ടറിയും MT നാസർ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. ഔദ്യോഗികമായി അദ്ദേഹത്തെ കാസർഗോഡ് ടൗൺ ക്ലബിന്റെ പ്രസിഡന്റ് കോളർ അണിയിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് അനുമോദിക്കുകയാണ്. ഈ ഗാവൽ നമുക്ക് കോടതികളിൽ കാണാൻ സാധാരണ ജഡ്ജിന്റെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള ഈ സാധനം ഒരു ടൂളാണ്. ഔദ്യോഗികമായി ഞാൻ നമ്മുടെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്തീൻ ചാപ്പാടിക്ക് ഗാനമേള ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് ഇൻസ്റ്റാളേഷൻ നടന്നത്. ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. We are going to start this club with 38 charter members. So truly it is my proud privilege to declare that as the district governor of the district 3180, I declare that the Lions Club of Kasaragod city is hereby inaugurated. നമുക്ക് വളരെ സ്പീഡിൽ പോകണം. ടുഡേസ് ജനറേഷൻ ആൻഡ് ടുഡേസ് കമ്പ്യൂട്ടർ ഏജ് വി മസ്റ്റ് ബി ഫാസ്റ്റ്. ചാറ്റ് GPT ഈസ് ഫാസ്റ്റർ ദാൻ നമുക്കറിയുന്ന ഇപ്പോൾ ക്രോം ആയാലും മൊസില ഫയർഫോക്സ് ആയാലും ഇറ്റ് ഈസ് സ്റ്റിൽ ഫാസ്റ്റർ. വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ക്യാപ്സൂൾ. സോ സാധാരണ പോലെ 3 മണിക്കൂർ എടുക്കാൻ ഒരു ആർക്കും ഉദ്ദേശമില്ല. ബൈ 9 o'clock definitely this ceremony must come to an end. Including the chief guest, we all have to adhere to the time limit. So I am delighted that I am now proceeding to the induction of the new members. And as I proceed to the induction ceremony, I know that the President, Secretary and Treasurer, the installation will be done by
the first VDG. ചടങ്ങിൽ അഷ്റഫ് അലി അച്ചു അധ്യക്ഷത വഹിച്ചു. റാഷിദ് പെരുമ്പള സ്വാഗതം പറഞ്ഞു. ആഷിഫ് മാളിക അതിഥികളെ പരിചയപ്പെടുത്തി. ടൈറ്റസ് തോമസ്, റീജ ഗുപ്ത, രാജേഷ് കുഞ്ഞപ്പൻ, ബിജിത് കുളങ്കരത്ത്, വി വേണുഗോപാൽ, കെ സുകുമാരൻ നായർ, ജാസിർ ചെങ്കള, രാജീവ് എമ്മൻ, കെ അബ്ദുള്ളക്കുഞ്ഞി എന്നിവർ സംസാരിച്ചു. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനം ക്ലബിന്റെ ആദ്യത്തെ പദ്ധതികളിൽ ഒന്നാണ്. വീട് നിർമ്മാണം ഉടൻ തുടങ്ങും. മൊയ്തീൻ ബാവാഞ്ഞി, സമീർ അറഫ, സാദിഖ് പൊവ്വൽ എന്നിവരാണ് കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റുമാർ. സാജിദ ലത്തീഫാണ് ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ. സെഡെ മൊഗ്രാൽ സർവീസ് ചെയർപേഴ്സണും മൊട്ട അബ്ദുൾ ഖാദർ, റഹ്മാൻ കുണ്ടംകുഴി എന്നിവർ മെമ്പർഷിപ്പ് ചെയർപേഴ്സൺമാരുമാണ്. ഷാഫി ബിസ്മില്ല ലയൺ ടൈമറും ഇർഫാൻ KH ലയൺ ട്വിസ്റ്ററുമാണ്. ഡോക്ടർ അബ്ദുൾ സത്തീർ, റഹ്മാൻ മല്ലം, എബി കുട്ടിയാനം, ഹക്കീം തെക്കിൽ, അബ്ദുൾ റഹ്മാൻ ബെവിഞ്ച, ഷെരീഫ് പൊവ്വൽ, ലത്തീഫ് വടക്കേക്കര, ഷബീർ നായന്മാർമൂല എന്നിവരാണ് ഡയറക്ടർമാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനസംഖ്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ഇന്നും ഒരു വനിത മുഖ്യമന്ത്രിയായി ഉണ്ടായിട്ടില്ലെന്നും അതിനായി ഭരണപ്രതിപക്ഷ ഭേദമന്യേ ആരും തയ്യാറായിട്ടില്ല എന്നത് ഖേദകരവുമാണെന്ന് പ്രമുഖ പ്രഭാഷകൻ പ്രൊഫസർ MN കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യവും ധനാധിപത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ അബലയാണെന്ന് പറയുന്നതാണ് പുരുഷന്റെ വീഴ്ചയെന്നും സ്ത്രീവിരുദ്ധ നീക്കം പല മേഖലയിലുമുണ്ടെന്നും കാരശ്ശേരി പറഞ്ഞു. പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ കോർപ്പറേറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം, ജനസേവനം എന്നത് മാറി ബിസിനസ്സിലേക്ക് തിരഞ്ഞെടുക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ജനാധിപത്യത്തിന്റെ താക്കോലാണ് തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നാട് ഭരിക്കുന്നത് കുറച്ച് മുതലാളിമാരാണ്. അംബാനി, അദാനി, ടാറ്റ, ബിർള, എനിക്ക് വേറെ പിന്നെ രാഷ്ട്രീയക്കാർ തന്നെ സ്വയം കോർപ്പറേറ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബിസിനസ്സുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഊഹിക്കുന്നതിന് ഇവിടെ ഉണ്ടാവുന്നതാണ്. അവരൊക്കെ കോഴിക്കോട് ജില്ലയിലാണ്. ചടങ്ങിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് വിനോദ് എരവിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AV ബാബു, ട്രഷറർ A രമേശൻ എന്നിവർ പ്രസംഗിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഹിളാ അസോസിയേഷൻ ചീമേനി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന സ്ത്രീ ശബ്ദം വായനക്കൂട്ടം ശ്രദ്ധേയമാകുന്നു. വായനയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പരിപാടി. പോത്താംകണ്ടം അരിയിട്ടപാറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് അംഗങ്ങൾ അവരുടെ വായനാനുഭവം പങ്കുവച്ചു. പുസ്തക വായന മരിക്കുന്ന കാലത്താണ് വായനയെ ഉദ്ബോധിപ്പിക്കുക എന്ന ഉദ്ദേശവുമായാണ് മഹിളാ അസോസിയേഷൻ രംഗത്തെത്തിയത്. ജീവിതയാത്രയിൽ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന സതുദ്ദേശം ലക്ഷ്യമിട്ടുകൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് വരുന്നത്. സ്ത്രീ ശബ്ദം വനിതാ മാസികയുടെ ഭാഗമായി ആരംഭിച്ച സ്ത്രീ ശബ്ദം വായനാക്കൂട്ടം ഇന്ന് വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 150-ൽ പരം പുസ്തകങ്ങൾ ഇവരുടെ യൂണിറ്റിലുണ്ട്. മാസത്തിൽ ഒരു തവണ ചേരുന്ന വായനാക്കൂട്ടത്തിൽ വെച്ച് ഓരോരുത്തരും തങ്ങളുടെ വായനാ അനുഭവവും പങ്കുവെക്കും. പോത്താംകണ്ടം അരിയിട്ടാപ്പാറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനാ അനുഭവത്തോടൊപ്പം ഇത്തവണ പോയകാല ഓണത്തിന്റെ അനുഭവവും പങ്കുവച്ചു. ഇപ്പോഴത്തെ ഓണപ്പൂക്കളം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് അന്ന് രാവിലെ ഇറങ്ങും പൂ പറിക്കാനായിട്ട്. ഈ പാർക്ക് വരെ നമുക്ക് ആക്കാപ്പൂ പറിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പാണെങ്കിൽ ചെറിയ പിള്ളേരെ ഇങ്ങനെ വിടൂല, പാർക്കൊന്നും പൂ പറിക്കാൻ വിടും. നമ്മ ഈ പെൺപിള്ളേർ ഇവിടെ വരും. ഈ വന്ന് ഈ വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേക്ക് പക്ഷെ അച്ഛൻ്റെ വക അടിയലുണ്ട്. ഈ പോയതിന് വന്നതിൽ അടിയലുണ്ട്. ആ സമയം ഓണത്തിന് ദിവസം വെള്ളം അടിച്ച് വന്നിട്ട് ഓണസദ്യ ഒന്നും ഉണ്ടാകുന്ന വിട്ട സമയം ഇല്ലാത്ത സമയമുണ്ട്. അപ്പം അങ്ങനെയാണ് ആ സമയം. പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ ആ ഓണത്തിന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാലും ആ ഓണം ആകുമ്പോൾ നമ്മളെല്ലാവരും വരും. വായനയോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ കൂടി സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിവർ. മഹിളാ അസോസിയേഷൻ ചീമേനി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ഒരു ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ് സ്ത്രീശബ്ദം വായനാക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. നമ്മൾ മറ്റേത് പരിപാടിനേക്കാളും ആൾക്കാരെ സ്ട്രെസ്സ് കുറക്കുക, കുറച്ച് കളികളും തമാശകളും കുറച്ച് പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നൊക്കെയാണ് ഈ പരിപാടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഹോൾ പരിപാടി എന്നതിനപ്പുറം ഇതുപോലെ പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലങ്ങളെവിടെയെങ്കിലും തിരഞ്ഞെടുത്ത് നമ്മളവിടെ ഇരുന്നുകൊണ്ട്
നമ്മൾ ഇത് മുമ്പൊക്കെ 2-3 തവണ നമ്മൾ കൂടിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2-3 പുസ്തകങ്ങളായിരുന്നു ഒന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സന്തോഷ് ചേച്ചിക്കാരത്തിൻ്റെ ബിരിയാണി എന്നുള്ള പുസ്തകം എടുത്തു. പിന്നെ നമ്മൾ പ്രാണവായു, അംബികാ സുധമാഷിൻ്റെ പ്രാണവായു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് തന്നെ മഹിളാ അസോസിയേഷൻ്റെ ഒരു മുഖമാസികയുണ്ട്, സ്ത്രീശബ്ദം. സ്ത്രീശബ്ദം വായനാക്കൂട്ട്. അപ്പോൾ അതിലെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അത് മരനീര് എന്ന് പറഞ്ഞിട്ടുള്ള അനുജയുടെ ഒരു കഥയാണ്. വില്ലേജ് സെക്രട്ടറി സുധർമണി, ജില്ലാ കമ്മിറ്റി അംഗം MP സുമ, പ്രസിഡന്റ് രജിത, ശശികല, PT ശോഭ, വിജില, M പ്രസീത, MK റീന, PP കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുബ്ബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സുബ്ബയ്യക്കട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൈവെളികെ DYFI നേതാവും മുൻ പൈവെളികെ പഞ്ചായത്ത് അംഗവുമായിരുന്ന BA മുഹമ്മദിന്റെ നാമധേയത്തിൽ സുബ്ബയ്യക്കട്ടയിൽ മുള്ളാളം അബ്ദുൽ റഹിമാന്റെ കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട സഖാവ് മുഹമ്മദിന്റെ സ്മരണയെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. BA മുഹമ്മദ് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു വിപ്ലവകാരിയാണ്. യുവജന സംഘടനാ പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലതയോടെ ഒരു യുവതയെ നയിക്കുകയും CPIM-ന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നിൽ നിന്ന നേതാവാണ്. സംഘാടക സമിതി ചെയർമാൻ BA ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. VV രമേശൻ, KR ജയാനന്ദ, അബ്ദുൾ റസാഖ് ചിപ്പാർ, ബേബി ഷെട്ടി, ഹാരിസ് പൈവിളികെ, വിനയ് കുമാർ, ചന്ദ്രനായക്, വിട്ടൽ റായ്, അബ്ബാസ് മുന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അശോക ഭണ്ഡാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പള. വിനോദസഞ്ചാരികളും നീന്തൽ പരിശീലനത്തിനെത്തുന്നവരും ഉൾപ്പെടെ എത്തുന്ന പടന്ന പഞ്ചായത്തിലെ നടക്കാവ് കാപ്പുകുളത്തിന്റെ പരിസരത്ത് തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടങ്ങുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. ആഴമേറിയ കുളത്തിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെയാണ് ജാഗ്രതാ ബോർഡുകളിൽ ഉള്ളത്. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗവും സിനിമാ താരവുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നിർദ്ദേശത്തിൽ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേന മുന്നോട്ട് വച്ച അപകട സൂചനാ മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളുന്ന ബോർഡുകളാണ് കാപ്പുകുളത്തിന് ചുറ്റുമായി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി 15 ബോർഡുകളിലൂടെയാണ് റോട്ടറി ക്ലബ്ബ് പ്രാവർത്തികമാക്കിയത്. നീന്തൽക്കുളത്തെക്കുറിച്ച് ധാരണയില്ലാതെ ഇറങ്ങുന്നത് പലപ്പോഴും അപകടങ്ങൾ വരുത്തിവെക്കുന്നതിന് കാരണമാകുന്നുണ്ട്. താഴെത്തട്ടിലെ ചളിയും കുളത്തിന്റെ ആഴവും സൂചനാ ബോർഡുകളിലൂടെ എളുപ്പം ബോധ്യപ്പെടും. കുളവും പരിസരവും ശുചീകരിക്കേണ്ട കാര്യങ്ങളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പും ഇവിടെ സ്ഥാപക ബോർഡുകളിലുണ്ട്. കാപ്പുകുള പരിസരത്ത് നടന്ന ചടങ്ങിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾക്കൊള്ളുന്ന ബോർഡുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അനാവരണം ചെയ്തു. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് TK റാണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ AM രാജഗോപാലൻ നായർ, ഡോക്ടർ K സുധാകരൻ, KV ഗംഗാധരൻ, PV ചന്ദ്രമോഹനൻ, ഡോക്ടർ VK ജനാർദ്ദനൻ, VV ഗോപാൽ, KK രാമൻ, M സുലൈമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാലിൽ MEC 7 പ്രഭാത വ്യായാമ കൂട്ടായ്മ സംഗമം നടന്നു. വ്യായാമ കൂട്ടായ്മയുടെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് സംസ്ഥാനത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം ക്രമാതീതമായി വളരുവാൻ കാരണമാകുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യായാമത്തിന്റെ കുറവ് മൂലം ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത് സംസ്ഥാനത്ത് ചെറുതും വലുതുമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും ഇതുവഴി ആതുര സേവന രംഗം വലിയ വ്യവസായ മേഖലയായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും MEC 7 വ്യായാമ കൂട്ടായ്മയുടെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ അഭിപ്രായപ്പെട്ടു.
മൊഗ്രാലിൽ കാസർഗോഡ് മേഖലാ സംഗമം 2വിൻ്റെ 1ാം വാർഷികാഘോഷ മെഗാ സംഗമത്തിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്ത് ബസ്സുകളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ തെരുവോരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെയും ജ്വല്ലറികളുടെയും സിനിമാ പരസ്യങ്ങളുടെയും ബോർഡുകളാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് മൊത്തം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ബോർഡാണ് കാണുന്നതെന്നും ഇത് മനുഷ്യരിലുള്ള രോഗവ്യാപ്തി വർദ്ധിച്ചു വരുന്നതിൻ്റെ തെളിവാണെന്നും അഷ്റഫ് MLA അഭിപ്രായപ്പെട്ടു. മൊഗ്രാൽ, കുമ്പള, പള്ളിക്കര, പട്ല യൂണിറ്റുകളിൽ നിന്നായി 350ഓളം അംഗങ്ങൾ മെഗാ സംഗമത്തിൽ പങ്കെടുത്തു. രാവിലെ 6:30 ഫൗണ്ടർ ഡോക്ടർ സലാഹുദ്ദീൻ പതാക ഉയർത്തി. തുടർന്ന് പ്രഭാത വ്യായാമത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. MEC7 ഏരിയ കോർഡിനേറ്റർ TK ജാഫർ ആരോഗ്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യ സമൂഹത്തിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം ലക്ഷ്യം വെച്ച് രൂപം നൽകിയ MEC7 അംഗമായ ഞാൻ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോരാടുമെന്നും ജാതി മത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യവും മൂല്യങ്ങളും നിയമവ്യവസ്ഥകളും അംഗീകരിച്ച് അച്ചടക്കമുള്ള പൗരനായി നിലകൊള്ളുമെന്നും എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന് MEC7 അംഗമെന്ന നിലയിൽ പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. സംഘാടക സമിതി ചെയർമാൻ സത്താർ ആരിക്കാടി അധ്യക്ഷത വഹിച്ചു. MEC7 മൊഗ്രാൽ കോർഡിനേറ്റർ M മാഹിൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിക്ക് സംഘാടക സമിതി സബ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ഖാദർ മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു. MEC7 നോർത്ത് സോൺ കോർഡിനേറ്റർ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദീദി, പ്രസീന സുരേഷ്, MEC7 ചീഫ് കോർഡിനേറ്റർ മുസ്തഫ പെരുവള്ളൂർ, നാസർ മൊഗ്രാൽ, TA ഷാഫി, MEC7 പ്രതിനിധികളായ അബ്ദുസലാം VV, NA മുനീർ തൃക്കരിപ്പൂർ, സംഘാടക സമിതി ട്രഷറർ MA അബൂബക്കർ സിദ്ദിഖ്, അബ്ദുള്ള കുഞ്ഞി ഖന്ന, കൃഷ്ണ കുമ്പള, AM സിദ്ദിഖ് റഹ്മാൻ, BN മുഹമ്മദ് അലി, സിദ്ദിഖ് അലി മൊഗ്രാൽ, TM ഷുഹൈബ്, PA ആസിഫ്, MP അബ്ദുൾ ഖാദർ, ZD മൊഗ്രാൽ, സുൽഫിക്കർ അലി പള്ളിക്കര, സുൽത്താൻ മുഹമ്മദ് പഡ്ല, മുഹമ്മദ് അബ്കോ, അറബി കുമ്പള, മുഹമ്മദ് കുഞ്ഞി തോട്ടി, TA ജലാൽ, മുഹമ്മദ് കുഞ്ഞി ടൈൽസ്, MGA റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ റിയാസ് കരീം സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TK അൻവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ഇക്രോത്സവം ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹസ്രത്ത് ഉസ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്രഹ് സിവിൽ സർവീസ് കോച്ചിംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഇഗ്രോത്സവം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഇഗ്രഹ് ചെയർമാൻ റിട്ടയേർഡ് AEO ഷെരീഫ് കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. പള്ളങ്ങയോട് അബ്ദുൾ ഖാദർ മദനി മുഖ്യപ്രഭാഷണം നടത്തി. സഹാബാക്കിറാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചറിയാൻ ഞാൻ നീട്ടി പറയുന്നില്ല. വിശുദ്ധ മക്കയിലും മദീനയിലും മറവട്ട് കിടക്കുന്നത് 10,000-ൽ താഴെയുള്ള സഹാബാക്കിറാം മാത്രമാണ്. എന്നാൽ ആ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരുമിച്ച് കൂടിയത് 1,00,000-ലധികം സഹാബാക്കിറാമായിരുന്നു. മക്കയിലും മദീനയിലും അന്തി ഉറങ്ങുന്നത് 10,000-ൽ താഴെയുള്ള സഹാബത്ത് മാത്രമാണ്. മറ്റുള്ളവരെവിടെ പോയി? അബ്ദുൾ കരീം സിറ്റി ഗോൾഡ് സമ്മാന വിതരണം നടത്തി. വിൻടച്ച് ഹോസ്പിറ്റൽ MD ഡോക്ടർ ഡാനിഷ് മുഹമ്മദ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. റിട്ടയേർഡ് DYSP CA അബ്ദുൾ റഹീം, അബ്ദുൾ ജലീൽ കോയ, അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ, മുഹമ്മദ് അലി മുണ്ടാക്കുളം, TA ഷാഫി, മാലിക് ദിനാർ ഹോസ്പിറ്റൽ MD അൻവർ സാദത്ത്, ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം KT മുഹമ്മദ്, പ്രസിഡന്റ് ജാഫർ സിദ്ദിഖ്, പ്രസിഡന്റ് ജാഫർ സാദിഖ്, ജനറൽ സെക്രട്ടറി ഷാനവാസ്, ട്രഷറർ മാഹിൻ എന്നിവർ സംസാരിച്ചു. ഇഗ്രഹ് കൺവീനർ മാറൂഫ് TM സ്വാഗതവും BM ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ മെഗാ തൊഴിൽ മേള നടത്തി. ജോബ് എക്സ്പോ 2K27 എന്ന പേരിലാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. 30-ൽ പരം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 100 കണക്കിന് തൊഴിൽ അന്വേഷകരാണ് എത്തിയത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ജില്ലാ കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് കാസർഗോഡ് സെന്ററിൽ വെച്ച് ജില്ലാതലത്തിൽ തൊഴിൽ അന്വേഷകർക്കായി ജോബ് എക്സ്പോ 2K25 എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി മേഖലകളിൽ മികവുറ്റ പരിശീലനം നൽകുന്ന ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ സേവനം കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനവും പ്രശംസനീയവുമാണെന്ന് അബ്ബാസ് ബീഗം പറഞ്ഞു. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെന്റർ മാനേജർ ഷാൽവിൻ സ്വാഗതവും BDM സുനിൽ പെരിയ നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ DPM രേഷ്മ, ജനറൽ മാനേജർ ജയപ്രകാശ്, പ്ലേസ്മെന്റ് ഹെഡ് കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. 30-ൽ പരം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 100 കണക്കിന് തൊഴിലന്വേഷകരും എത്തിച്ചേർന്നു. കഴിഞ്ഞ 30 വർഷമായി സേവനരംഗത്ത് നിലനിന്നു പോരുന്ന ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കേന്ദ്രീകൃത പ്ലേസ്മെന്റ് സംവിധാനത്തിന്റെ സൗജന്യ സേവനം വഴി ആയിരക്കണക്കിന് പേരാണ് സ്വദേശത്തും വിദേശത്തുമായി ജോലി നേടിയിരിക്കുന്നത്. ബേസിക് IT പരിശീലനം തൊട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള വിവിധ മേഖലകളിൽ മികവുറ്റ പരിശീലനമാണ് നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലാണ് പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പൂരക്കളി പരിശീലനം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പരിചയമുണ്ട്. മുൻപ് ഇവിടെ നാടൻപാട്ട് പഠിപ്പിച്ചിരുന്നു, അതിനു മുൻപ് പൂരക്കളി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻപാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കേന്ദ്രത്തിനകത്ത് നമുക്ക് ഒരുപാട് കലാകാരന്മാരെ, ഒരുപാട് കലാകാരികളെ വിവിധ വാർഡുകളിൽ നിന്ന് വന്നിരുന്നു. പ്രായ വ്യത്യാസമില്ലാതെ പലരും ഇത് പഠിക്കാൻ വന്നത് നമുക്കറിയാം. അപ്പൊ ഇപ്പോൾ നമുക്ക് വേറൊരു അവസരം വന്നിട്ടുള്ളത് പൂരക്കളിയാണ്. അതുപോലെ സംഗീതം ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്തിലാണ്. ഇവിടെ സംഗീതത്തിന്റെ കേന്ദ്രമല്ല നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ പൂരക്കളിയുടെ ഒരു പരിശീലന കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇന്ന് പൂരക്കളി ട്രൂപ്പുകളുള്ള നാടാണ്. നമുക്കറിയാം, മടിക്കൈ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കൊളക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്, തൃക്കരിപ്പൂര്, കണ്ണൂർ വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ സ്ത്രീകളുടെ പൂരക്കളി ടീമുകളെയൊക്കെ പരിപാടിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോ അവർക്കൊക്കെ ആകാമെങ്കിൽ എന്തായാലും അതിയാമ്പൂരിലും പൂരക്കളി പഠിക്കാനും അത് അവതരിപ്പിക്കാനും കഴിയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ട്. കൗൺസിലർ M ശോഭന അധ്യക്ഷത വഹിച്ചു. TV സുജിത്, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, പ്രവീൺ, ഗോകുൽ, സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K പ്രഭാവതി സ്വാഗതവും ഇന്ദിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. പാചകവാതക സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനവും പാചകവാതക സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ഇതിലിവിടെ തീയില്ല. ഇതൊക്കെ ഇങ്ങനെ റോഡിലേക്കുള്ള റസ്തയിൽ നിങ്ങൾക്ക് വരണോണ്ട് പോയിട്ട് നടക്കാം. കൊള്ളില്ല, തീയില്ല. പെട്ടെന്ന് വരണോണ്ട് പോയിട്ട് ആ ഫോണിൽ അടയ്ക്കാൻ നിങ്ങൾ നോർമൽ റോഡിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓഫ് ചെയ്താൽ മതി. ഇതിൽ തീ ഇങ്ങോട്ട് വരില്ല. ഇത് സിലിണ്ടർ ഇങ്ങനെ റെഗുലേറ്റർ ഗ്യാസ് ട്യൂബ് കടന്ന് കത്തുന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കടന്നിട്ട് ഇത് ഉരുകിയിട്ട് വേണം ഈ ഉരുകി എൻ്റെ റെഗുലേറ്റർ ഉരുകി പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ചൈതന്യ ഓഡിറ്റോറിയം പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്.
അജാനു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ട് എന്താ സാധനം എടുക്കാൻ വേണ്ടി പോയെങ്കിൽ എന്തിപ്പോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു മറവി. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവർക്കും ഒരു മറവിയുടെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഗ്യാസോട് കളിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ചില ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കല് പിന്നെ അത് എങ്ങനെ അത് കെടുത്താമെന്നില്ല അതിൻ്റെ കാര്യത്തിലേക്കല്ല. നമ്മള് പിന്നെ ചിലർ തീപിടുത്തത്തിന് ഇറങ്ങി ഓടും. ചില ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഈ അമ്പലത്തിൻ്റെ ഒരു അടുക്കളയിൽ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് മതസമിതിൻ്റെ ഒരു സ്റ്റൗ കത്തിക്കും. ചില വലിയ അടുപ്പാണ്, അത് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളി കത്തുന്ന സമയത്ത് ഇട്ടതിലൊരു ആളാണ് ഷീബാറിന്. കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. അജാനു പഞ്ചായത്ത് മെമ്പർ കെ വി ലക്ഷ്മി, ഗ്രന്ഥാലയം ജോയിന്റ് സെക്രട്ടറി വി നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ സി എ ജോസുകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയകോട്ട ഫോർട്ട് വിഹാറിൽ സെമിനാർ സംഘടിപ്പിച്ചു. അന്തർദേശീയ രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് തലവനായ ഡോക്ടർ സി എ ജോസുകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിഷയം അവതരിപ്പിച്ചു. ഒരു സമൂഹത്തിൽ എല്ലാവരും സമന്മാരല്ലാന്ന് പറഞ്ഞിരുന്ന സമൂഹം പണ്ടുണ്ടായിരുന്നു. പിന്നീടാണ് എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ സമന്മാരാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ സമൂഹം എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നില്ല. ഇപ്പൊ കർണാടക പറയുന്നു യു ആർ നോട്ട് ഈക്വൽ. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഈക്വൽ അല്ല. സമൂഹത്തിന്റെ വിവിധ ക്രമീകരണങ്ങളിലും വിവിധ വ്യാപാരങ്ങളിലും ഇപ്പോഴും എല്ലാവരും സമന്മാരായിട്ടല്ല പരസ്പരം കാണുന്നത്. പല രീതിയിലുള്ള ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി സമത്വം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പ്രവൃത്തിയിൽ ചിലപ്പോഴെങ്കിലും വരാറില്ല, ചിലപ്പോഴും മനസ്സിലും കാണാറില്ല. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പുരോഗമനപരമായ ആശയങ്ങൾ നടക്കുന്നത്, ആശയങ്ങളുടെ വ്യാപാരവും ഒക്കെ നടക്കുന്നത്. പക്ഷെ ഏറ്റവും പുരോഗമനപരമായി സംസാരിക്കുന്നയാൾ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ഭരണഘടന ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ മൂല്യങ്ങൾ എവിടെയാണ് ലംഘിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും അത് ഒരു പൊതു ഇടത്തേക്കാൾ ഉപരിയായി, ഒരു വർക്ക് പ്ലേസിനേക്കാൾ ഉപരിയായി നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ പറയുന്ന സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഒക്കെ വളരെ സംഘടിതമായി നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ നിർമ്മാണത്തെക്കുറിച്ചും കൊയിലാണ്ടി SARBTM ഗവൺമെന്റ് കോളേജിലെ രാഷ്ട്രതന്ത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ അനീഷ് VR അവതരണം നടത്തി. സമകാലീന ഇന്ത്യൻ രാഷ്ട്ര രൂപവൽക്കരണത്തിന്റെ നാൾവഴികൾ ചർച്ച ചെയ്യപ്പെട്ടു. പ്രസിഡന്റ് N സദാശിവൻ അധ്യക്ഷത വഹിച്ചു. AK വിനോദ് കുമാർ, അബ്ദുൾ ലത്തീഫ്, സന്ദീപ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി P രാകേഷ് സ്വാഗതവും TK വസന്തകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നടന്നു. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടോദ്ഘാടനവും വാർഷിക മഹാസഭയും നടന്നു. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണ് ഒരു സംഘടനയ്ക്ക് ആസ്ഥാന മന്ദിരം എന്നത്. 100ഓളം അടങ്ങുന്ന ഇത്രയും ചെറിയൊരു സംഘടന ഇത്രയും മനോഹരമായ ഒരു ആഫീസ് തുടങ്ങുകയും നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ പോക്കിൽ നല്ലൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ആചാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അനുഷ്ഠാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊരു ഇടമായി മാറട്ടെ എന്നും ഈ ചടങ്ങിനും ഇതിനോടൊപ്പം ഇവരെ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും തൊണ്ടച്ചന്മാരുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റു പരിവാര ദൈവങ്ങളെയൊക്കെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ആഫീസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ചേരുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികനും സംഘം രക്ഷാധികാരിയുമായ കുമാരൻ വെളിച്ചപ്പാടൻ ഭദ്രദീപം തെളിയിച്ചു. നാരായണൻ ചൂരിക്കോട്, ഗണേശൻ അരമാങ്ങാനം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സംഘം സെക്രട്ടറി നാരായണൻ വെളിച്ചപ്പാടൻ അധ്യക്ഷത വഹിച്ചു. AV ഹരിഹരസുധൻ, കൃഷ്ണൻ വെളിച്ചപ്പാടൻ, രവി വെളിച്ചപ്പാടൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നാരായണൻ വെളിച്ചപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രശേഖരൻ മാസ്റ്റർ കൊപ്പൽ ധാർമ്മിക പ്രഭാഷണം നടത്തി. വസന്തൻ ചേമ്പോട്, വിശ്വൻ എന്നിവർ സംസാരിച്ചു. വാസു വെളിച്ചപ്പാടൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ,
കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, പ്രതി പിടിയിൽ. പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൽ മനാഫാണ് ബംഗളൂരുവിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോട്ടുണ്ടായത് ശക്തമായ ഇടിമിന്നൽ, 2 വീടുകളിൽ വൻ നാശനഷ്ടം. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷനും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ജനാധിപത്യവും ധനാധിപത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ പ്രഭാഷകൻ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി സംസാരിച്ചു. മഹിളാ അസോസിയേഷൻ ചീമേനി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന സ്ത്രീ ശബ്ദം വായനക്കൂട്ടം ശ്രദ്ധേയമാകുന്നു. വായനയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പരിപാടി. സുബയകട്ടയിൽ BA മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നടക്കാവ് കാപ്പുകുളത്തിന്റെ പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബോർഡുകൾ സ്ഥാപിച്ചു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.